So, next theorem, any connected graph with n vertices and n minus 1 edges is a tree. ഏതൊരു കണക്റ്റഡ് ഗ്രാഫ് എടുത്താലും അവിടെ n വേർട്ടെക്സും n മൈനസ് 1 എഡ്ജസും ഉണ്ടെങ്കിൽ അതൊരു ട്രീ ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വെറുതെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. ഇങ്ങനൊരു ഗ്രാഫ് വരയ്ക്കും. നിങ്ങൾ പറയണം ഇത് ട്രീ ആണോ അല്ലയോ എന്ന്. ഇവിടെ നമുക്ക് നോക്കാം n വേർട്ടെക്സ്, എന്നിൻ്റെ വാല്യൂ എത്ര? 1 2 3 4. n മൈനസ് 1 എഡ്ജസ്. ഓക്കെ, n മൈനസ് 1 എഡ്ജസ് ഉണ്ടോ? 4 മൈനസ് 1 3 എഡ്ജസ് ആണോ അവിടെ ഉള്ളത്? അല്ല, 4 ഉണ്ട്. അപ്പോൾ ഇതെന്തല്ല? ട്രീ അല്ല. ഇത് ട്രീ അല്ല നമുക്കറിയാം, കാര്യം ഞാൻ ഇവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് അല്ലേലും. നേരെ മറിച്ച് ഈ ഗ്രാഫ് ഇപ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്ന് വെച്ചോ, ഇത് ട്രീ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാര്യം എന്താ? എന്നിൻ്റെ വാല്യൂ നോക്ക് 3, അല്ല സോറി, എന്നിൻ്റെ വാല്യൂ 4 1 2 3 4. എഡ്ജസിൻ്റെ വാല്യൂ n മൈനസ് 1 3 ആണോ നോക്കേ? 1 2 3. കണ്ടോ, ഇവിടെ സെൽഫ് ലൂപ്പും ഇല്ല, പാരലൽ എഡ്ജസും ഇല്ല, സിമ്പിളാണ്, കണക്റ്റഡ് ഗ്രാഫുമാണ്. കണ്ടോ, ഈ എഡ്ജിൽ നിന്ന് ഈ വെർട്ടെക്സിൽ നിന്ന് ഏത് വെർട്ടെക്സിലോട്ട് വേണമെങ്കിലും പാനൊരു പാത്തുണ്ട്. ഇങ്ങോട്ട് പാൻ തടുത്തുണ്ട്, ഇങ്ങോട്ട് പാൻ ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങനെ വരാം, ഇതിന് ഇങ്ങോട്ട് വരാം ഇങ്ങനെ വരാം, ഇതിന് ഇങ്ങോട്ട് വരാം ഇങ്ങനെ വരാം, ഇതിന് ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ വരാം, അങ്ങനെ എല്ലായിടത്തോട്ടും. കണ്ടോ? ഓക്കെ, ഈ തരം നോക്കിയേ, ഇത് ജസ്റ്റ് ഞാനൊന്ന് എക്സാമ്പിൾ വെച്ച് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. The minimum number of edges required to make a connected graph with n vertex is n minus 1. ഒരു കണക്റ്റഡ് ഗ്രാഫിൽ n വെർട്ടെക്സ് ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫിൽ എത്ര മിനിമം നമ്പർ ഓഫ് എഡ്ജസ് വേണം? n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n മൈനസ് 1 എഡ്ജസ് വേണം. ഇൻ സച്ച് എ ഗ്രാഫ് റിമൂവൽ ഓഫ് എനി വൺ എഡ്ജ് ലീവ്സ് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. അങ്ങനെയുള്ളൊരു ഗ്രാഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫ്, ഇവിടെ n വേർട്ടെക്സ്, ദറ്റ് ഈസ് 4 വെർട്ടെക്സ് ഉണ്ട്, എഡ്ജസ് n മൈനസ് 1 3 ആണ്. ഇവിടെ ഏതെങ്കിലും ഒരു എഡ്ജ് ഞാൻ റിമൂവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ എഡ്ജ്, ഇതിപ്പോൾ A B C D, ഇത് 1 എന്നുള്ള എഡ്ജ്, ഞാൻ ഈ 1 എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എങ്ങനെ ആവും? നിങ്ങൾ പറഞ്ഞേ, ഈ ഗ്രാഫ് എങ്ങനെ ആവും? ഇതുണ്ട്, ഇങ്ങനെ ആവും. ഈ ഗ്രാഫല്ലേ, ഈ ഗ്രാഫിനകത്ത് ഞാൻ ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ എങ്ങനെ വരും? പിന്നെ ബാക്കി ഇത് ഇത്ര ഇവിടെ വരും, ഈ ഒരു വെർട്ടെക്സ് മാത്രം ഇവിടെ വരും. അപ്പോൾ ഇത് ഡിസ്കണക്റ്റഡ് ആവും. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ഇഫ് ദ ഗ്രാഫ് ഹാഡ് എ സർക്യൂട്ട്, ഈ ഗ്രാഫിനകത്തൊരു സർക്യൂട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ദർ വുഡ് ബി അറ്റ്ലീസ്റ്റ് 1 എഡ്ജ് റിമൂവൽ ഓഫ് വിച്ച് ഡു നോട്ട് മേക്ക് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. ഈ ഗ്രാഫിനകത്ത്, ഇതെല്ലാം നമ്മുടെ ഗ്രാഫിനകത്ത് ഒരു സർക്യൂട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇതിലൊരു ഇത് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആകത്തില്ല. കാര്യം എന്താ? ഞാൻ ഇപ്പോൾ ഇന്നത്തെ സർക്യൂട്ടായി, ഇതിനകത്ത് ഞാൻ ഇത് എടുത്ത് കളയോ, എന്നാലും കണ്ടോ ഡിസ്കണക്റ്റഡ് ആവുമോ? ഇല്ല. കാര്യം വേർട്ടെക്സ് കണ്ട പഴയ പോലെ 4 തന്നെ ഉണ്ട്, ഇതിന് ഏതിലും വേണമെങ്കിലും പോകാൻ പറ്റും. ഓക്കെ, ബട്ട് ദർ ഈസ് നോ സച്ച് എഡ്ജ് സെറ്റപ്പ്. പക്ഷേ അങ്ങനെ എഡ്ജ് ഉണ്ടോ? ഇല്ല, നമ്മൾ ഉണ്ടെങ്കിൽ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഹെൻസ് ദ ഗ്രാഫ് ഈസ് സർക്യൂട്ട്ലെസ്. നമ്മുടെ ഗ്രാഫ് എന്ത് തന്നെയാണ്? സർക്യൂട്ട്ലെസ് ആണ്. കണക്റ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും? അത് ട്രീ ആയിരിക്കും. അപ്പം n വെർട്ടെക്സും n മൈനസ് 1 എഡ്ജസും ആണ് എങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു സർക്യൂട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ അത് കണക്റ്റഡും ആയിരിക്കും, സർക്യൂട്ട്ലെസ്സും ആയതുകൊണ്ട് എന്തായിരിക്കും? ട്രീ ആയിരിക്കും. നേരെ മറിച്ച് n വെർട്ടെക്സ് n മൈനസ് 1 എഡ്ജസിനകത്ത് എവിടെയെങ്കിലും ഒരു സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് പിന്നെ റിമൂവ് ചെയ്താലും, ഒരു എഡ്ജ് റിമൂവ് ചെയ്താലും അവിടെ എന്ത് വരും? ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ n വെർട്ടെക്സും n മൈനസ് 1 എഡ്ജസും ആണെങ്കിൽ ഒരിക്കലും സർക്യൂട്ട് വരത്തില്ല. അതുകൊണ്ട് എന്ത് അല്ല, ഡിസ്കണക്റ്റഡ് ആവത്തുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു ട്രീ ആയിരിക്കും. n വെർട്ടെക്സും n മൈനസ് 1 എഡ്ജസും ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? ആ ഗ്രാഫ് ട്രീ ആയിരിക്കും. എ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മിനിമലി കണക്റ്റഡ്. ഇതെല്ലാം ഒരു കോൺസെപ്റ്റാണ് ഈ പറയുന്നത്. ഒരു ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ അത് മിനിമലി കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മിനിമലി കണക്റ്റഡിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരുന്നു? ഒരു ഗ്രാഫ് മിനിമലി കണക്റ്റഡ് ആവണമെങ്കിൽ ആ ഗ്രാഫിൽ ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും അത് ഡിസ്കണക്റ്റഡ് ആയി പോകണം. നമുക്ക് നോക്കാം. സപ്പോസ് ദ ഗ്രാഫ് ഈസ് മിനിമലി കണക്റ്റഡ്. നമ്മൾ സപ്പോസ് ചെയ്ത് നമ്മുടെ ഗ്രാഫ് മിനിമലി കണക്റ്റഡ് ആണെന്ന്. എ മിനിമലി കണക്റ്റഡ് ഗ്രാഫ് കനോട്ട് കണ്ടെയ്ൻ എനി സർക്യൂട്ട്സ് ബിക്കോസ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻഡ് എ സർക്യൂട്ട് ദെൻ ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 1 എഡ്ജ് റിമൂവൽ ഓഫ് വിച്ച് ഡു നോട്ട് മേക്ക് ദ ഡിസ്കണക്റ്റഡ്. എന്താണ് നമുക്ക് മിനിമലി കണക്റ്റഡിൽ വേണ്ടുന്നത്? ഒരു ഗ്രാഫിൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ അത് ഡിസ്കണക്റ്റഡ് ആവണം. പക്ഷേ നമ്മൾ സപ്പോസ് ചെയ്യാണ് നമ്മുടെ ഗ്രാഫ് അങ്ങ് മിനിമലി കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമലി കണക്റ്റഡിൽ ഒരിക്കലും ഒരു സർക്യൂട്ട് വരാൻ പാടില്ല. സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനകത്ത് ഒരു എഡ്ജ് റിമൂവ് ചെയ്താലും ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ. ഫോർ എക്സാമ്പിൾ ഇതാണ്ടേ,
ഇതൊരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിനകത്ത് ഞാൻ ഈ ഒരു എഡ്ജ് എടുത്ത് കളഞ്ഞാലും എന്തേ ഗ്രാഫ് ഇങ്ങനെ നിൽക്കും. പക്ഷേ ഗ്രാഫിന് വല്ല കുഴപ്പമുണ്ടോ? ഡിസ്കണക്റ്റഡ് ആയോ? ഇല്ല. ഈ എഡ്ജിൽ നിന്ന് ഈ വെർട്ടെക്സിൽ നിന്ന് ഏത് വെർട്ടെക്സിലോട്ട് എല്ലാ വെർട്ടെക്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. അപ്പം മിനിമലി കണക്റ്റഡിൽ ഒരിക്കലും സർക്യൂട്ട് വരാൻ പാടില്ല. സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്താലും ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവത്തില്ല. സോ നമ്മുടെ കേസിൽ ബട്ട് ഓൾ ദി എഡ്ജസ് ഓഫ് ദി ഗ്രാഫ് ആർ സച്ച് ദാറ്റ് റിമൂവൽ ഓഫ് എനി എഡ്ജ് ലീവ്സ് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. നമ്മുടെ കേസിൽ എങ്ങനെയാണ്? മിനിമലി കണക്റ്റഡിൽ എന്താണ് വേണ്ടത്? ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും എന്താവണം? ഡിസ്കണക്റ്റഡ് ആവണം. അങ്ങനെ ആവണമെങ്കിൽ അത് എന്തായിരിക്കണം? ട്രീ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇതെന്താണ്? ട്രീ ആണ്. ഇതാവുമ്പോഴോ, സർക്യൂട്ട് വരുമ്പോഴോ ഇത് സർക്യൂട്ടായി പോകും അല്ലേ? അപ്പം നമ്മുടെ കേസിൽ ട്രീ ആണെങ്കിൽ മാത്രമേ, ട്രീ എന്ന് വെച്ചാൽ മിനിമലി കണക്റ്റഡ് ആവും. സംഭവം മനസ്സിലാവുന്ന ഇതെല്ലാം ഒരു കാര്യം തന്നെ പല രീതി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. സർക്യൂട്ട് വന്നാൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്താലും നമുക്ക് ബാക്കി എന്താണ് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ അത് ഡിസ്കണക്റ്റഡ് ആവത്തില്ല. പക്ഷേ ട്രീ ആണ് എങ്കിൽ, ഇതൊരു ട്രീ ആണ്, ഇവിടെ സർക്യൂട്ട് ഉണ്ടോ? ഇല്ല. ട്രീ ആണ് എങ്കിൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്താലും എന്ത് സംഭവിക്കും? ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോകും. അപ്പം ട്രീ എന്താണ്? ഇത് ട്രീ ആണ്. ട്രീ എന്താണ്? മിനിമലി കണക്റ്റഡ് ആണ്. കാരണം ട്രീയിൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോകും. സർക്യൂട്ട് വരുന്ന കേസുകളിൽ അത് മിനിമലി കണക്റ്റഡ് അല്ല. കാര്യം മിനിമലി കണക്റ്റഡ് ആണെങ്കിൽ എന്താണ്? ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവണം. പക്ഷേ ഈ സർക്യൂട്ടിനകത്ത് ഞാനിപ്പോൾ ഒരു സർക്യൂട്ട് വരയ്ക്കുക. ഈ സർക്യൂട്ടിനകത്ത് ഞാൻ ഈ ഒരു എഡ്ജ് എടുത്ത് കളഞ്ഞാലും എന്താ ഗ്രാഫ് ഇങ്ങനെ നിൽക്കുമോ? ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയോ? ഇല്ല. ഗ്രാഫ് അവിടെ തന്നെ ഉണ്ട്. ഒരു എഡ്ജ് പോയെന്നുള്ളതേ ഉള്ളൂ. വെർട്ടെക്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഏത് വെർട്ടെക്സിൽ നിന്നും ഒരു പാത്ത് വഴി നമുക്ക് അടുത്ത വെർട്ടെക്സിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. അപ്പം ട്രീ മാത്രമേ എന്താ ഉള്ളൂ? മിനിമലി കണക്റ്റഡ് ഉള്ളൂ. അപ്പം ഒരു ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ ഉറപ്പായിട്ടും അത് മിനിമലി കണക്റ്റഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ ട്രീയിൽ ഏതെങ്കിലും ഒരു എഡ്ജ് ഞാൻ റിമൂവ് ചെയ്താൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിപ്പോവും. ഓക്കെ, ഇത് തിരിച്ച് പറഞ്ഞേക്കുവാണ്. ലെറ്റ് ദ ഗ്രാഫ് ബി എ ട്രീ. ഒരു ഗ്രാഫ് ട്രീ ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ട്രീ ആണെങ്കിൽ തീർച്ചയായും കണക്റ്റഡും ആയിരിക്കും, അതിൻ്റെ സർക്യൂട്ടും കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു ആദ്യത്തെ പോയിന്റ്, അതിൽ എവരി പെയർ ഓഫ് വെർട്ടെക്സിൽ എക്സാക്ട്ലി ഒരു പാത്തേ കാണത്തുള്ളൂ. ആ ഒരു പാത്തൊന്ന് നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഡിസ്കണക്റ്റഡ് ആവും. ദാറ്റ് മീൻസ് അത് മിനിമലി കണക്റ്റഡ് ആണ്. ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ഡിസ്കണക്റ്റഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് മിനിമലി കണക്റ്റഡ് എന്ന് പറയുന്നത്. ട്രീയെ സംബന്ധിച്ച് രണ്ട് വെർട്ടെക്സിൻ്റെ ഇടയ്ക്ക് എക്സാക്ട്ലി വൺ പാത്തേ ഉള്ളൂ. ആ പാത്ത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഉറപ്പായിട്ടും അത് മിനിമലി കണക്റ്റഡ് ആവും. ദാറ്റ് മീൻസ് ഡിസ്കണക്റ്റഡ് ആവും. ഓക്കെ, ഇതും ഒരു എക്സ്റ്റൻഷനോട് ചേർത്ത് പറഞ്ഞേക്കാണ്. ഒരു ഗ്രാഫിനകത്ത് n വെർട്ടെക്സും n-1 എഡ്ജസും സർക്യൂട്ടും ഇല്ലെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പറഞ്ഞേക്കാണ്. നിങ്ങൾ ഈ പറഞ്ഞ പ്രൂഫ് അതിനകത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇൻ എനി ട്രീ ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 പെനൻ വെർട്ടെക്സ്. ഒരു ട്രീ എടുത്താൽ അതിൽ അറ്റ്ലീസ്റ്റ് മീൻസ് ഏറ്റവും കുറവ് 2 പെനൻ വെർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കറിയാം ഒരു ട്രീക്കകത്ത് n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടാവും? നമുക്കറിയാം ഒരു ട്രീയിൽ n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടാവും? n-1. നിങ്ങൾക്കറിയാം ഒരു എഡ്ജ് മിനിമം എത്ര ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇതാണ്ടേ, ഇപ്പോൾ ഇതാണൊരു എഡ്ജ്. ഈ ഒരു എഡ്ജ് ഈ ഒരു വെർട്ടെക്സിന് ഒരു ഡിഗ്രി കൊടുക്കുന്നുണ്ട്, ഈ ഒരു വെർട്ടെക്സിന് ഒരു ഡിഗ്രി കൊടുക്കുന്നുണ്ട്. ഇത് ഈച്ച് എഡ്ജ് കോൺട്രിബ്യൂട്ട്സ് 2 ഡിഗ്രി. ദറ്റ് ഈസ് 2 ഇൻറ്റു എത്ര എഡ്ജസ് ഉണ്ട്? n-1. ദറ്റ് ഈസ് 2n-1. അത് n വെർട്ടെക്സിന് 2 ഡിഗ്രിയും പിന്നെ 2 ഇൻറ്റു n-1 അല്ലേ? ഓക്കെ, n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം n-1 എഡ്ജസ് ആണ് ഉള്ളത്. ഒരു എഡ്ജ് എത്ര ഡിഗ്രിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ എഡ്ജ് ഈ വെർട്ടെക്സിന് ഒരു ഡിഗ്രി കൊടുക്കുന്നുണ്ട്, ഇതിനൊരു ഡിഗ്രി, ടോട്ടൽ 2 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു n-1 ഡിഗ്രി അല്ലേ? അപ്പോൾ 2n-2. ദാറ്റ് മീൻസ് n വെർട്ടെക്സിന് 2, ബാക്കി 2 എണ്ണം കിടപ്പുണ്ട്. ആ 2 എണ്ണമാണ് എന്ത്? അറ്റ്ലീസ്റ്റ് 2 പെൻഡൻ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വേണ്ട, നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇതൊരു ട്രീ ആണല്ലോ. സെൽഫ് ലൂപ്പ് ഇല്ല, പാരലൈസ് ഇല്ല, ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താൽ ഡിസ്കണക്റ്റഡ് ആയിപ്പോവും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ ഡിഗ്രി 2 കണ്ടോ? 2 പെൻഡൻ വെർട്ടെക്സ്. ഇതാണ്ട ഇതും. നമുക്ക് വേണ്ട വേറൊരു പടം വരയ്ക്കാം. ഇവിടെ നോക്കിക്കേ,
സോറി, ഇവിടെ നോക്കി ഡിഗ്രി ടു വെർട്ടെക്സ് ഉണ്ടോ, അറ്റ്ലീസ്റ്റ് 2 പെനൽ വെർട്ടെക്സ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ പ്രൂഫ് എഴുതേണ്ടത്. n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് ആയിരിക്കും ഉള്ളത്. ഓരോ എഡ്ജും അറ്റ്ലീസ്റ്റ് 2 ഡിഗ്രിയാണ്. അത് ഈച്ച് എഡ്ജ് കോൺട്രിബ്യൂട്ട്സ് 2. അപ്പോൾ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 2 × n-1 ആണ്. ദാറ്റ് ഈസ് 2n-2. ദാറ്റ് ഈസ് n വെർട്ടെക്സ് എടുത്താൽ n വെർട്ടെക്സിൻ്റെ ഡിഗ്രി 2ഉം ബാക്കി 2 എണ്ണം പെൻഡിങ് കിടക്കും. ഇതാണ് പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓഫ് ട്രീസിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇതൊരു ജസ്റ്റ് പ്രോബ്ലം മാത്രമാണ്. ഇത് നിങ്ങൾ സാധാരണ ഗേറ്റ് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്കിത് ആപ്ലിക്കേഷൻ ഓഫ് ട്രീസ്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇത് ഒരു 2 മിനിറ്റ് മാത്രം ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞു തരാനായിട്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ ഓഫ് ട്രീസ് ഒരു പ്രോബ്ലം ആണത്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ പാത്ത് ലെങ്ത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.